ഓഹോ, മഹാപ്രാണിയോട് വാരാൻ പറയൂ. ഉത്തരവ്. കൊട്ടാരത്തിലെ ഭരണം കഴിഞ്ഞമ്മായമ്മ പോരിനിറങ്ങിയ നമ്മുടെ സ്വന്തം ജാനകി, യുവറാണി ജാനകി, മഹാറാണി ജാനകി. മഹാറാണി, നാം പള്ളി ഉറക്കമുണർന്നത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ. ക്ഷമിക്കണം പ്രഭു, പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേയിലയും ഒക്കെ തീർന്നു. ഓഹോ, എങ്കിൽ നാം രാവിലെ മോന്താറുള്ള പള്ളിക്കഞ്ഞിയും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ, നാം മുണങ്ങട്ടെ. അയ്യോ, അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടുകുടിച്ചു. ഈശ്വര, ഇന്നും പട്ടിണി. മഹാപ്രാണി, എവിടെ നിന്നാണ് ആ താരാട്ട് പാട്ട് കേൾക്കുന്നത്? പ്രഭു, നമ്മുടെ 3 പെൺമക്കളും കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ അവരുടെ ആഗ്രഹം പാടി തീർക്കുകയാണ്. ഓഹോ, ആട്ടെ, ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രഭു, നമ്മുടെ കുമാരൻ ഈയിടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിൽ ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഈശ്വര, മന്ത്രി സത്തമ്മ, എന്താ നിക്കറിയൂ? അല്ല, നിനക്കറിയൂ, നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഈ പോക്ക് പോയാൽ നേരെ ബാത്റൂമിലെത്തും. അതല്ല, നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും? എന്റെ പ്രഭു, അത് വല്ല ഡെക്കറേഷൻ പാർട്ടി ഏൽപ്പിച്ചാ പോലെ അവൻ നന്നായിട്ട് അലങ്കരിച്ചോളും. ഓ, മന്ത്രിയാണ് പോലും മന്ത്രി. വാളിന് മൂർച്ചയില്ലാണ്ടായി പോയി, ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊന്നേനെ. ആരെവിടെ? എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. കുളിപ്പിച്ചാലും പ്രഭു. എന്തോട്ട്? അല്ല, കളിപ്പിച്ചാലും പ്രഭു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. രാജരാജഗുരു ഊനിന്മേൽ കുരു, ഉന്നിക്കുരു മഞ്ചാടിക്കുരു, രാജഗുരു ഇതാ എഴുന്നള്ളുന്നേ. വിറയ്ക്കുന്നല്ലോ വിറയ്ക്കുന്നല്ലോ, ചാരായം തായോ ചാരായം തായോ. വിറയ്ക്കുന്നല്ലോ വിറയ്ക്കുന്നല്ലോ, ചാരായം തായോ ചാരായം തായോ. പാറ്റ് വാങ്ങി അടിച്ചോളൂ. ഞങ്ങൾ എടുത്തോളാം. രാജഗുരു, അങ്ങയ്ക്ക് പ്രണാമം. ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന നമ്മുടെ പുത്രനെവിടെ? മിത്സുബിഷി സുസുക്കി സാൻഡ്രോ ഹുണ്ടായ്. സത്തമ്മ, നാം എന്താണ് കേൾക്കുന്നത്? അദ്ദേഹം അങ്ങയുടെ മകനെ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചതല്ലേ? സംഭവാമി യുഗോ യുഗോ. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ മഹർഷേ? നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകാനാണ് നാം പറഞ്ഞത്. സംഭവാമി യുഗോ യുഗോ. അങ്ങ് ഇത്രയ്ക്ക് കോപിഷ്ഠനാകാൻ നമ്മുടെ പുത്രനെ അത്രയ്ക്ക് വൃത്തികെട്ടവനാണോ? എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അങ്ങേര് തന്നൊക്കെ വിളിച്ചതാ. ഈശ്വര, ആട്ടി, നമ്മുടെ പുത്രന്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ പോകുന്നു? പ്രഭു, അവന് എല്ലാത്തിനും പൂജ്യമാണെന്ന്. ഓഹോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാമുനെ? ആകാശവാണി സംപ്രതി വാർത്താഹാസു എന്താ ബലദേവാനന്ദ സാഗര. മതി മകർഷേ മതി, അവൻ അത്രയ്ക്ക് വൃത്തികേടുകളൊക്കെ അവിടെ കാണിച്ചല്ലേ. ധിയോ യോന പ്രചോദയാ. അവനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. പ്രഭു, ആ ഭാർഗവനും ദേവസ്യാണ് ഇവനെ വഴിതെറ്റിക്കണെന്ന്. ഓഹോ, ആരെവിടെ? എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കുമാരൻ എത്തിയല്ലോ. എന്നാ മോനെ? ഈ അലമനാഥി രാജഗുരുവിന് കൊട്ടാരത്തിൽ എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിരുന്നെങ്കിൽ ബേഡി കത്തിക്കാമായിരുന്നു. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നീ തറയാണെങ്കിലുണ്ടല്ലോ, ഞാൻ വെറും അടിത്തറയാടാ. നീ ചെറ്റയാണെങ്കിൽ ഞാൻ അതിലും പരമ ചെറ്റയാടാ, പരമ ചെറ്റ. അപ്പോ ഞാൻ വട്ടനാണെങ്കിലോ?
നീ പട്ടനാണെങ്കിൽ ഞാൻ മുഴുവട്ടനാടാ, മുഴുവട്ടൻ. ഈ പ്രൊഡ്യൂസർ എന്നാ മോനെ? ഈ മുഴുവട്ടനെ പിടിച്ച് തടവറയിലടയ്ക്കൂ. ആഹാ, അത് ശരി. ഒരു വട്ടുമില്ലാത്ത എനിക്ക് മുഴുവട്ടാന്നും പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. On your march, set, go! കൊല്ലും ഞാനിവനെ തല്ലും, ഇന്നിവന്റെ എല്ലൂരി കൊട്ടേലാക്കിയിടും. ഞാനിവന്റെ പല്ലെല്ലാം തല്ലിത്താഴയിടും, കുനിച്ചു നിർത്തി കൊമ്പിന് കുത്തി പപ്പടമാക്കിയിടും. ചോരയുടെ അഭിഷേകം ഇവിടെ, രക്താഭിഷേകം, ചോരയുടെ അഭിഷേകം, ആ രക്താഭിഷേകം. ഇന്ന പിടിച്ചോ. അയ്യോ, ഇല്ലമ്മോ, അയ്യോ, അയ്യോ, ഈശ്വരാ! ഇവന്റെ പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത് തരിപ്പണമായല്ലോ. മോനെ, നീ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെനിക്കും തോന്നി. അയ്യോ, ഇല്ലമ്മോ, അയ്യോ, അല്ലല്ലേ, അയ്യോ, അയ്യോ, എന്റെ ദൈവമേ! ബാലൻസ് ഉണ്ടായിരുന്ന പെന്റഗണും തകർന്ന് തവിട്ട് പൊടിയായല്ലോ ഈശ്വര. ഈ സ്കിറ്റ് ഇവിടെ രംഗത്ത് അവതരിപ്പിച്ചവരെ ഓരോരുത്തരായി പരിചയപ്പെടുത്താം. രാജാവ് ബെൻ പോൾ, മന്ത്രി പ്രസൂൺ, ഭടൻ ഡാനിയേൽ, രാജഗുരു സന്തോഷ് അബ്രഹാം, രാജ്ഞി അജു പോൾ, പുത്രൻ പോൾ ടി. താങ്ക് യു.